ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ, MO, നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഇന്ന് നമുക്ക് മെലാസ്മയെക്കുറിച്ച് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇതിനെടുക്കണമെന്ന് ഡിസ്കസ് ചെയ്യാം. സ്ത്രീകൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗൽ എന്ന് പറയുന്നത്. സാധാരണ പ്രായമായവരിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ചെറുപ്പക്കാരിലും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്കിൻ കണ്ടീഷനായിട്ട് മാറിയിട്ടുണ്ട്. പൊതുവെ ഇത് ഫേസിൽ തന്നെ നെറ്റിയിൽ അല്ലെങ്കിൽ മൂക്കിൻ്റെ അവിടെ അല്ലെങ്കിൽ ചീക്കിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അപ്പർ ലിപ്പിൻ്റെ ഭാഗത്തൊക്കെയാണ് മെയിനായിട്ട് കണ്ടുവരുന്നത്. അല്ലെങ്കിൽ വളരെ റെയറായിട്ട് ചിലർക്ക് കൈയുടെ ഈ ഭാഗത്തായിട്ടും കണ്ടുവരുന്നുണ്ട്. മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലുള്ളവർ പുറത്തു പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സൺസ്ക്രീന് യൂസ് ചെയ്യേണ്ടതാണ്. മറ്റൊരു ട്രിഗറിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. അത് ഫസ്റ്റ് വൺ ആണ് പ്രഗ്നൻസി ടൈമിൽ മിക്ക സ്ത്രീകൾക്കും ഇതുപോലെ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലം കണ്ടുവരുന്നുണ്ട്. സോ അവരുടെ ആ പെട്ടെന്നുള്ള ഒരു ഹോർമോണൽ ചേഞ്ച് കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. പിന്നീട് ഡെലിവറി കഴിഞ്ഞിട്ട് അവർക്കിത് നോർമലായിട്ട് ഒരു 1 to 2 ഇയേഴ്സിനുള്ളിൽ തന്നെ റെഡി ആയിട്ട് വരുന്നതും കാണാം. അധികവും പ്രായമായവരിലാണ് കാണുന്നതെന്ന് പറഞ്ഞല്ലോ. കാരണം മെനാപ്പോസിന് ശേഷം ഈ ഒരു ഹോർമോണൽ വ്യത്യാസം വരുമ്പോഴും അവർക്ക് ഈ ഒരു ഡിസ്കളറേഷൻ കണ്ടുവരുന്നുണ്ട്. കൂടാതെ ഈ കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കുന്നവർക്കും ഇതുപോലെ മെലാസ്മ ഉണ്ടാവാറുണ്ട്. നന്നായിട്ട് വെയിൽ കൊള്ളുന്നവർക്കും അല്ലെങ്കിൽ ഇതിനൊരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്ക് അമ്മയ്ക്കോ ഇല്ലെങ്കിൽ അമ്മൂമ്മയ്ക്കോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരും തലമുറയ്ക്ക് ഉണ്ടാവാനുള്ളൊരു ചാൻസും വളരെ കൂടുതലാണ്. വെയിലത്ത് പോകുമ്പോഴാണ് ഇത് കൂടുന്നതെന്ന് പറഞ്ഞു. സോ ഒരു SPF എബോവ് 30 ഉള്ളത് തന്നെ യൂസ് ചെയ്യാനും ശ്രദ്ധിക്കണം. സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ സൺ പ്രൊട്ടക്ഷൻ മെത്തേഡ്സും യൂസ് ചെയ്യണം. അതായത് നമ്മൾ വെയിൽ തട്ടാത്ത രീതിയിലുള്ള ഡ്രസ്സിങ് അല്ലെങ്കിൽ കുട ഉപയോഗിക്കാം, അങ്ങനത്തെ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യാം. ഹോമിയോപ്പതിയിൽ മെലാസ്മ അല്ലെങ്കിൽ മറ്റുള്ള ഡിസ്കളറേഷൻസിനൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. സോ നമ്മൾ ഈ ഓയിൽമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് വീണ്ടും യൂസ് ചെയ്യുക, അത് നിർത്തുമ്പോൾ വീണ്ടും വരും, അതൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. പക്ഷെ നമുക്ക് ഹോമിയോപ്പതി വെച്ചിട്ട് ഇൻറ്റേർണൽ മെഡിസിൻസ് എടുത്ത് തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കറക്ഷൻ വരുത്തിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാം. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ മെഡിസിൻസ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും കൂടി മെലാസ്മയ്ക്ക് അവൈലബിൾ ആണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് കെമിക്കൽ പീൽ ചെയ്യാം. നമുക്ക് ഈ ഒരു ഡിസ്കളറേഷൻ ഉള്ള സ്ഥലത്ത് നമുക്ക് കെമിക്കൽ പീൽസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു സ്കിൻ എക്സ്ഫോളിയേഷൻ നടക്കും. അവിടെ ഒരു കുറച്ചും കൂടി ലൈറ്റൻ ആവാനും ഇത് സഹായിക്കും. സോ മെഡിസിൻസിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുമ്പോൾ ആ സിംറ്റംസ് നല്ല രീതിക്ക് തന്നെ കുറഞ്ഞു വരും. കൂടാതെ നെക്സ്റ്റ് ആണ് ലേസർ തെറാപ്പി ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മെലാനിൻ്റെ പ്രൊട്ടക്ഷൻ കുറയ്ക്കാനും ഈ ലേസർ തെറാപ്പി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വണ്ണാണ് മൈക്രോ നീഡ്ലിങ്. നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെറംസ് വെച്ചിട്ട് മൈക്രോ നീഡ്ലിങ് ചെയ്യുമ്പോൾ അവിടെ കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ഈ ഒരു ഡിസ്കളറേഷൻ മാറി കിട്ടാനും ഇത് സഹായിക്കും. ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സ് വഴിയൊക്കെ നിങ്ങളുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ മാത്രമല്ല നിങ്ങളുടെ ആക്നെ സ്കാർസ് കുറയ്ക്കും, അല്ലെങ്കിൽ റിങ്കിൾസ് കുറയ്ക്കും, ഫൈൻ ലൈൻസ് ഒക്കെ കുറഞ്ഞു കിട്ടാനും നിങ്ങളുടെ സ്കിന്ന് ഒന്നും കൂടി ഹെൽത്തി ആവാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കും. കൂടാതെ മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലുള്ളവർ കുറച്ചും കൂടി ഡയറ്റിലും കൂടി ശ്രദ്ധിക്കണം. അതായത് കുറച്ചും കൂടി ഡീടോക്സിഫൈങ് ഫുഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ വൈറ്റമിൻ C റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, നെല്ലിക്ക, ഓറഞ്ച്, പേരയ്ക്കൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഒന്നാമത് SPF എന്തായാലും നോക്കണം. പിന്നെ നിങ്ങൾ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് ഓയിലി സ്കിൻ ആണെങ്കിൽ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻ ആയവർ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള യൂസ് ചെയ്യാം. അതുപോലെ ആക്നെ പ്രോൺ ഉള്ളവരാണെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻ കൂടി സെലക്ട് ചെയ്യുക. അതുപോലെ നോൺ കോമഡോജനിക്കും കൂടി ആണോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ നോക്കേണ്ടത് UVAയും UVB പ്രൊട്ടക്ഷൻ തരുന്നതാണെന്നും കൂടി നോക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ചെറുപ്പക്കാർക്കാണ് ഈ ഒരു മെലാസ്മ കണ്ടീഷൻ വരുന്നതെങ്കിൽ അവരുടെ പീരിയഡ്സ് റെഗുലർ ആണോ അല്ലെങ്കിൽ ക്ലോട്ട് പോലെ ബുദ്ധിമുട്ടുകൾ അവർക്ക് പീരിയഡ്സിൻ്റെ ടൈമിൽ വരുന്നുണ്ടോ നോക്കാം. സോ നിങ്ങൾക്ക് ബ്ലഡിൽ ഹോർമോൺസിൽ വേരിയേഷൻസ് ഉണ്ടോ നോക്കാം. അല്ലെങ്കിൽ USG അബ്ഡമൻ ചെയ്യുമ്പോൾ സിസ്റ്റ് ഉണ്ടോ ഫൈബ്രോയിഡ് ഉണ്ടോ എന്നൊക്കെ ഇതുവഴി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. മെലാസ്മ പോലുള്ള കണ്ടീഷൻസ് ഡോക്ടറുടെ കൺസൾട്ടേഷനോട് കൂടി മാത്രം ട്രീറ്റ് ചെയ്യുക.